ഇത്തരം വാഗ്വാദങ്ങൾ അദ്ദേഹം ഇന്ത്യയുടെ തെരുക്കോണുകളിൽ നടത്തി. നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ റെഡ് ഫോർട്ടിൽ ത്രിവർണ്ണ പതാക പറന്നുയരുമ്പോൾ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ സ്വാതന്ത്ര്യം നേടി. ഇന്ത്യക്ക് മനോഹരമായ ഒരു ഭരണഘടന, ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയ്ക്ക് രാജശില്പിയായി ഡോക്ടർ ബി.ആർ. അംബേദ്കർ തീർന്നപ്പോൾ അത് എല്ലാ മനുഷ്യ വിഭാഗത്തെയും, ഉന്നതനെയും പണ്ഡിതനെയും പാമരനെയും ഉയർന്നവനെയും കറുത്തവനെയും വെളുത്തവനെയും എല്ലാവരും ഭാരതത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന അതിമഹത്തായ ഒരു ഭരണഘടന കൊണ്ട് അത് രാജ്യത്തിന് രാഷ്ട്രീയ സമത്വം മാത്രം പോരാ, രാഷ്ട്രീയ സ്വാതന്ത്ര്യം പോരാ, പിന്നെ സാമൂഹിക സ്വാതന്ത്ര്യവും ആവശ്യമെന്ന് ഉച്ചസ്ഥലം പ്രസ്താവിച്ച ബി.ആർ. അംബേദ്കർ. ഈ രണ്ട് ദൃശ്യങ്ങൾ നാം കണ്ടുവല്ലോ. ഒന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനായി മഹാത്മാഗാന്ധി നിൽക്കുമ്പോൾ സാമൂഹിക സമത്വത്തിനായി നിന്ന് വാദിച്ച നാം ബി.ആർ. അംബേദ്കറെ കാണുകയാണ്. അവർ രണ്ടുപേരും തേടിത്തന്ന സ്വാതന്ത്ര്യം, സമത്വം ഇന്ന് നാം അളവോളം ആസ്വദിക്കുകയാണ്. എന്നാൽ ഡൈക്കോട്ടമി വേഴ്സസ് ട്രൈക്കോട്ടമി എന്ന ഒരു തത്വം എല്ലാ കാലത്തും സൈക്കോളജി വേഴ്സസ് തിയോളജിയിലുണ്ട്. ദൈവശാസ്ത്രവും മനഃശാസ്ത്രവും തമ്മിൽ. മനുഷ്യനിൽ രണ്ട് ഘടകമേ ഉള്ളൂ, അത് ദേഹവും ദേഹിയുമാണ്. അതാണ് ഡൈക്കോട്ടമി എന്ന് പറയുന്നത്, ദ്വിത്വ ഘടകവാദം. എന്നാൽ ഞങ്ങൾ പറയുന്നു മനുഷ്യൻ കേവലം ഇവിടം കൊണ്ട് ജനിച്ച് എവിടെയെങ്കിലും ക്രെഡിൽ ടു ഗ്രേവ് യാർഡ്, എവിടെങ്കിലും ജനിച്ച് എവിടെങ്കിലും മരിച്ചു തീരുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ. മനുഷ്യൻ കേവലം മൃഗത്തിനെ പോലെ മാത്രമുള്ളവൻ അല്ല, അവനൊരു ചരിത്രമുള്ളവനാണ്.